എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വൈകുന്നേരം ചായക്കൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സമൂസയുടെ റെസിപ്പി കേട്ടോ. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കണേ. നമുക്കിപ്പോൾ ആദ്യം തന്നെ ഉള്ളിൽ വയ്ക്കുന്ന ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലും പതുക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരേ 1 ടീസ്പൂൺ ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് ഒന്നും കട്ട് ചെയ്തെടുത്താണ്. ഒരുപാട് വലുതൊന്നും ആവണ്ട. അതേപോലെ തന്നെ ചെറിയ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പതുക്കെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ മീഡിയം സൈസുള്ള 2 സവാള പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സവാളയൊക്കെ അരിയുമ്പോൾ ഒരുപാട് വലുതായിട്ട് നീളത്തിൽ കട്ടിയിൽ ഒന്നും അരിയണ്ട കേട്ടോ. ഇതേപോലെ തീരെ കനം കുറച്ച് മാത്രം അരിഞ്ഞെടുത്താൽ മതി. ഇളക്കിയ പച്ചമണമൊക്കെ പതുക്കെ ഒന്ന് മാറി വരണം. നമ്മുടെ ഈ സവാളയിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പച്ചമണമൊക്കെ പതുക്കെ ഒന്ന് മാറി ഒന്നിങ്ങ് വാടി വരട്ടെ. ഇതേപോലെ പതുക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അത് മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പതുക്കെ ഒന്നിങ്ങ് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരേ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് ഇളക്കി ശരിക്കും ഒന്ന് ചൂടായി ആ പച്ചമണം ഒന്ന് മാറി വരണം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും 1/2 ടീസ്പൂൺ വെച്ച് മതി കേട്ടോ. കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാലയും 1/2 ടീസ്പൂൺ വെച്ച് മാത്രം മതി. ഇളക്കി ശരിക്കും ഒന്ന് പച്ചമണം ഇങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നിങ്ങനെ നമ്മുടെ മസാല കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളം തന്നെയാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളം ശരിക്കും ഒന്നിങ്ങ് വറ്റി വരണം. വറ്റി വരുമ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്നിങ്ങ് കുഴഞ്ഞു വന്നോളും. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരേ 1 ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരേ 1 ടീസ്പൂൺ മാത്രം മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ശരിക്കും ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 മുട്ട വേവിച്ച് ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടതാ, ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി മിക്സിങ് തന്നെയാണ്. മിക്സിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് എടുക്കുമ്പോൾ തീരെ അങ്ങോട്ട് ചെറിയ ബ്രെഡ് എടുക്കരുത് കേട്ടോ. അതായത് ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് തന്നെ എടുക്കുക. അതിനുശേഷം എടുത്തിരിക്കുന്ന ബ്രെഡിൻ്റെ 4 സൈഡും ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്ന നമ്മുടെ സൈഡ് ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഉണങ്ങി ഒരു മിക്സിയുടെ ജാറിൽ ശരിക്കും ഒന്ന് അടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ 4 സൈഡും അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം എടുത്ത ഓരോ ബ്രെഡും ഇതേപോലെ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് പരത്തിയെടുക്കാം. ഒരുപാട് കനത്തിലൊന്നും ആവരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. ഒരുപാട് കനമൊന്നുമില്ലാതെ ഇതേപോലെ അങ്ങ് പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ബ്രെഡും ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ആ സൈഡൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബ്രെഡ് ആയതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ നല്ലൊരു ഭംഗിയിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മൈദയുടെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ നല്ല കട്ടിയും ആയി പോകരുത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്നും കൂടി ഒന്നിങ്ങ് മിക്സാക്കി എടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യമേ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ റെഡിയാക്കി എടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നും എടുത്ത് ഇതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബ്രെഡിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതേപോലെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. എന്നാലായിരിക്കും മടക്കാനാണെന്നുണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാവുക. അതിനുശേഷം നമ്മുടെ മൈദയുടെ ആ പേസ്റ്റ് ഉപയോഗിച്ച് ഇതേപോലെ 4 സൈഡും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 4 സൈഡും ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ബ്രെഡ് ആണെന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ കറക്റ്റായിട്ട് അങ്ങ് പേസ്റ്റായി ഇരുന്നോളും. ഇതേപോലെ മടക്കി 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ ബ്രെഡും ഉള്ളിലും ഇതേപോലെ ഫില്ലിങ് വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളപ്പോൾ ഇതേപോലെ ബ്രെഡ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാടൊന്നും പെടാതെ സമൂസ ഷീറ്റൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
കണ്ടത് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് പതുക്കെ ഒന്നുങ്ങ് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് പൊടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ ഓരോ ബ്രെഡ് എടുത്തും ഇതേപോലെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും തന്നെ പുറം ഭാഗത്തൊന്നും കാണാത്ത രീതിയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ടായി വരാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ബ്രെഡും എല്ലാ സമൂസയും ഇതേപോലെ തന്നെ ഒന്നുങ്ങ് കോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടില്ലേ. ഇനി പൊട്ടുന്ന സമയങ്ങളെ നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബ്രെഡാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അതുകൊണ്ട് പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണം. ഒരുപാട് എണ്ണ കുടിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു വശമൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഗ്യാസ് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുവാണ്. ഇതേപോലെ തന്നെ അടുത്തതും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ ബ്രെഡ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുറം ഭാഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ്, ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മസാലയൊക്കെ വന്നിട്ട് ചൂടോടുകൂടി സോസിൻ്റെയും നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ. ഇതേപോലെ അങ്ങ് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ എല്ലാവരും വൈകുന്നേരം നല്ല ചൂട് ചായയുടെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. നമുക്കിതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.